ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന CSAT-ലെ ഒരു ടോപ്പിക് ആണ്. എല്ലാ വർഷവും തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, 2022 വരെയുള്ള പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് വരുന്നത്, ലീനിയർ അറേഞ്ച്മെന്റും സർക്കുലർ അറേഞ്ച്മെന്റും. എന്താണ് ഈ ലീനിയർ അറേഞ്ച്മെന്റ്? കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് വരുന്ന അറേഞ്ച്മെന്റിനെയാണ് ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സർക്കുലർ അറേഞ്ച്മെന്റ്? അതായത് ഒരു റൗണ്ടില് ഇവിടെ ഒരു ടേബിൾ ഉണ്ടാവും, ഇവിടെ ഒരു ചെയർ മീൻസ് ഇവിടെ ഒരു ചെയർ ഉണ്ടാവും, ഇവിടെ ഒരു ചെയർ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു രീതിക്കുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റിനെയാണ് സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്കുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റിനെയാണ് ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലീനിയർ അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യം പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഡയറക്ഷൻസ് ആണ്. എത്ര ഡയറക്ഷൻ ആണുള്ളത്? 4 ഡയറക്ഷൻ ആണുള്ളത്. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് 4 പഠിച്ചാൽ മതി. അതായത് നോർത്ത് ഈസ്റ്റ് അങ്ങനെയുള്ള ആ ഒരു ഡയറക്ഷൻ ഇതിനു വേണ്ടിയിട്ട് പഠിക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഓർത്ത് വെക്കുക. ഇതേതാണ്? ഇത് നോർത്ത് ഡയറക്ഷൻ ആണ്, ഇത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്, ഇതെന്താണ്? സൗത്ത് ഡയറക്ഷൻ ആണ്, ഇതെന്താണ്? വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ലീനിയർ അറേഞ്ച്മെന്റിൽ നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ എവിടെ പഠിക്കും? ഡയറക്ഷൻ സെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് നോർത്ത് ആണ്. ഇപ്പം എ ഫേസിങ് നോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഫേസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു പോർഷനെയാണ് എ ഫേസ് ചെയ്യുന്നത്. ഈ മേളിലേക്കുള്ള ഒരു സ്ഥലത്തെയാണ് എ ഫേസ് ചെയ്യുന്നതിനാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? എ ഫേസിങ് നോർത്ത് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ബി ഫേസിങ് സൗത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി ഫേസിങ് സൗത്ത് എന്ന് പറയുമ്പോൾ ബി ഈ താഴേക്കുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബി ഫേസിങ് സൗത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. ഇതിൽ വലിയൊരു എന്താ പറയാ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഫേസിങ് നോർത്ത്. ഇപ്പൊ എ എന്താണ്? നോർത്തിനെ ഫേസ് ചെയ്യാണ്. ആ ഒരു ടൈമിൽ ഇത് എ ആണ്, ഇത് നോർത്തിനെ ഫേസ് ചെയ്യാണ് എ. ആ ഒരു ടൈമില് എയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു സൈഡ് ആയിരിക്കും എയുടെ റൈറ്റ് എന്ന് പറയുന്നത്. എയുടെ ലെഫ്റ്റ് എന്തായിരിക്കും? ഈ ഒരു സൈഡ് ആയിരിക്കും എയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, എ ഇപ്പം നോർത്തിനെ ഫേസ് ചെയ്യാണ്. ആ ഒരു ടൈമില് എയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു സൈഡ് ആയിരിക്കും. എയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു സൈഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഓർത്തും വെക്കുക. ഇനി ഫേസിങ് സൗത്ത്. സൗത്ത് ഇപ്പം ബി ഫേസിങ് സൗത്ത് എന്നാണ്. അപ്പൊ ബി എന്താണ്? സൗത്തിനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ബിയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. ഈ ഒരു സൈഡ് ആയിരിക്കും ബിയുടെ റൈറ്റ്. അതുപോലെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു സൈഡ് ആയിരിക്കും ബിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഒരാള് ഫേസിങ് നോർത്ത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും സൈഡ് വരുന്നത്? റൈറ്റ് സൈഡ്. ഈ ഒരു അതായത് ഫേസിങ് സൗത്തിന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഫേസിങ് നോർത്ത്. ഒരാള് നോർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആയിട്ട് വരുന്നത്, നോർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നതായിരിക്കും സൗത്തിനെ ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആയിട്ട് വരുന്നത്. നേരെ തിരിച്ച് ഓപ്പോസിറ്റ്. ഓക്കെ, ഇതെന്താണ്? ഫേസിങ് സൗത്തിന്റെ ഡയഗ്രാം ആണ്. അതായത് ഒരാള് സൗത്ത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എവിടെയായി? ഇത് അയാളുടെ ലെഫ്റ്റ് ആയി. റൈറ്റ് എവിടെയായി? ഇത് അയാളുടെ റൈറ്റ് ആയി. ഇനിയിപ്പോ ഇത് നേരെ നോർത്തിനെയാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡ് ഏതാവും? ഓക്കെ, നേരെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് ആവും. ലെഫ്റ്റ് സൈഡ് ഏതാവും? നേരെ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോറി, ചെറിയ രീതിക്ക് കോൾഡ് ഉണ്ട്. ഇനി സർക്കുലർ അറേഞ്ച്മെന്റിൽ നോക്കാം. ഇതിലെന്താണ്? ഫേസിങ് ടുവേർഡ്സ് സെന്റർ. ഈ ഒരു വൃത്തത്തിന്റെ ഇതിന്റെ സെന്റർ എന്താണ്? ഇതാണല്ലേ ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഫേസിങ് ടുവേർഡ്സ് സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സെന്ററിനെ നോക്കുന്നത് ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഫേസിങ് ടുവേർഡ്സ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫേസിങ് എവേ ഫ്രം ദ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റിനെയാണ് ഫേസിങ് അവേ ഫ്രം ദ സെന്റർ. ഓക്കെ, ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ് വരും. ഇനിയിപ്പോ ഫേസിങ് ടുവേർഡ്സ് സെന്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെന്ററിനെ നോക്കുന്ന രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്തൊക്കെയാണ്? സിറ്റിംഗ് അറേഞ്ച്മെന്റ് രണ്ട് രീതിയിലാണ്, ലീനിയർ അറേഞ്ച്മെന്റും അതുപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെന്റും. ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈൻ ഈ ഒരു രീതിക്ക് വരുന്നതിനാണ് ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വട്ടത്തിൽ, ഇത് വട്ടമാണ്, എനിക്ക് വരയ്ക്കുന്നത് കുറച്ച് തെറ്റിപ്പോയതാണ്. ഒരു വട്ടത്തില് എന്ത് ചെയ്യും? 2-3 ചെയേഴ്സ് ഉണ്ടാവും.
ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിലായിരിക്കും അവർ വരുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ലീനിയർ അറേഞ്ച്മെന്റിൽ നമ്മൾ എന്ത് പഠിച്ചു? ഡയറക്ഷൻസ് പഠിച്ചു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓർത്ത് വെക്കുക. ഇതേതാണ്? ഈ മേള് ഭാഗം എന്താണ്? അത് നോർത്ത് ആണ്. നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് സൗത്ത് ആണ്. ഈ ഒരു സൈഡ് ഏതാണ്? ഇത് ഈസ്റ്റ്. ഓക്കെ, ഇത് എന്താണ്? വെസ്റ്റ് ആണ്. വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഒരാള് നോർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ അയാളുടെ റൈറ്റ് സൈഡ് ഏതാണ്? ഇതാണ് അയാളുടെ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ഏതാണ്? ഇതാണ് ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, ആ ഒരാളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനിയിപ്പോ സൗത്തിനെയാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ റൈറ്റ് സൈഡ് ഏതാണ്? ഇതാണ് അയാളുടെ റൈറ്റ് സൈഡ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഏതാണ്? ഇതാണ് അയാളുടെ ലെഫ്റ്റ് സൈഡ് വരുന്നത്. സർക്കുലർ അറേഞ്ച്മെന്റ് ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു സെന്ററിലേക്ക്, ആ ഒരു രീതിക്ക് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഫേസിംഗ് എവേ ഫ്രം ദ സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സെന്ററിൽ നിന്ന് നോക്കുന്നത്, ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫേസിംഗ് എവേ ഫ്രം ദ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, 5 people എന്താണ് പറയുന്നത്? 5 ആളുകളുടെ കാര്യമാണ് പറയുന്നത്. എ, ബി, സി, ഡി ആൻഡ് ഇ ആർ. ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ആർ സീറ്റഡ് എബൌട്ട് എ റൗണ്ട് ടേബിൾ. എന്താണ് റൗണ്ട് ടേബിൾ? ഇവിടെ എന്താണ് പറയുന്നത്? സർക്കുലർ അറേഞ്ച്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓർത്തു വെക്കുക, എന്തിന്റെ കാര്യമാണ് പറയുന്നത്? സർക്കുലർ അറേഞ്ച്മെന്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എവറി ചെയർ ഈസ് സ്പേസ്ഡ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം അഡ്ജസ്റ്റന്റ് ചെയർസ്. അതായത് അടുത്തുള്ള ചെയർസിൽ നിന്നും ഇവരുടെ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇക്വി ഡിസ്റ്റന്റ് അതായത് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. എന്താണ്? എല്ലാ ചെയറിനും എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. എന്നിട്ട് കുറച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? സി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു എ. സ്റ്റേറ്റ്മെന്റ് 2, എ ഈസ് സീറ്റഡ് 2 seats away from D. Statement 3, B is not seated next to A. പിന്നെന്താണ്? Which of the following must be true? D is seated next to B, E is seated next to A. Select the correct answer from the codes given below. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? 2 അസംഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷന് വെച്ചിട്ട് ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം ഓപ്ഷനിൽ മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ എന്താണ്? 5 പേരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? സർക്കുലർ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? 5 പേര്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 സർക്കിള്, ഒരു സർക്കിൾ വരച്ചു. അവർക്ക് 5 ടേബിള് വരയ്ക്കണം. ടേബിൾ ആണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി സി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു എ. സി എവിടെയാണ്? എയുടെ അടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ നെക്സ്റ്റ് ആണ് സി വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എയിനെ ഇവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരാം? സി ഒന്നുകിൽ ഇവിടെയും വരാം, ഒന്നുകിൽ ഇവിടെയും വരാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ടേബിൾ വരയ്ക്കാം. ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും വരാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യാം? 2 അറേഞ്ച്മെന്റ് നമുക്ക് വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, സി ഒന്നുകിൽ ഇവിടെ വരും, ഇവിടെ വരും. ഈ ഒരു ടേബിൾ നമുക്ക് എന്ത് കൊടുക്കാം? സിനെ ഈ ഒരു സൈഡിൽ കൊടുക്കാം. ഈ ഒരു ടേബിളിൽ എനെ ഇവിടെ കൊടുത്തു, സിനെ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എ ഈസ് സീറ്റഡ് 2 seats ഫ്രം ഡി. അതായത് എ എവിടെയാണ്? 2 seats ഫ്രം ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? എവിടെ വരും ഡി? ഈ ഒരു ഭാഗത്ത് ഡി വരും. ഈ ഒരു കേസിൽ എവിടെ വരും ഡി? ഈ ഒരു ഭാഗത്ത് ഡി വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബി ഈസ് നോട്ട് സീറ്റഡ് നെക്സ്റ്റ് ടു എ. ബി എവിടെയാണ്? എയുടെ അടുത്തല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ അടുത്തായിരുന്നെങ്കിൽ ബി ഇവിടെ വരണമായിരുന്നു. പക്ഷെ എയുടെ അടുത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ വരും? ഡിയുടെ അടുത്താണ് ഇവിടെ ബി വരുന്നത്. ഈ കേസിലും എന്താണ്? എയുടെ അടുത്ത് ബി വരുമോ? ഇല്ല. പറഞ്ഞിരിക്കുന്നത് പോലെ വരുള്ളൂ, ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ. അപ്പൊ എന്താണ്? ബി ഇവിടെ വരും. ബാലൻസ് മിച്ചം ആരാണുള്ളത്? ഇ മാത്രമേ ഉള്ളൂ. ഈനെ എന്ത് ചെയ്യുന്നു? നമ്മള് എയുടെ അടുത്ത് ഈനെ വെക്കുന്നു. ഓക്കെ, ഈയുടെ സീറ്റിംഗ് എവിടെ കൊണ്ടുവരുന്നു? എയുടെ അടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2 രീതിയിലും എന്ത് ചെയ്തു? സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കി. അതായത് സി ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഡയഗ്രാം വരച്ചു. എന്നിട്ട് നമുക്ക് നോക്കാം. ഈ 2 കേസിലും എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു ബി. ഡി എന്താണ്? ബിയുടെ അടുത്താണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അതെ അല്ലേ? ഡിയും ബിയും എന്താണ്? അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കേസിൽ എന്താണ്? അത് ശരിയാണ്. ഇനി അടുത്ത കേസ് നോക്കാം. ഇവിടെയും എന്താണ്? ഡിയും ബിയും എന്താണ്? അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? ഈ ഒരു കാര്യം എന്താണ്? ശരിയാണ്.
ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇ സീറ്റഡ് നെക്സ്റ്റ് ടു എ. ഇ എവിടെയാണ്? എയുടെ അടുത്താണെന്നാണ് പറയുന്നത്. നോക്കാം, ഇവിടെ എന്താണ് ആദ്യത്തെ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എന്താണ്? ഇ എയുടെ അടുത്താണ് ഇരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കാം. ഇവിടെയും എന്താണ്? ഇ എയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന കാര്യവും ശരിയാണ്. ഇ സീറ്റഡ് നെക്സ്റ്റ് ടു എ എന്ന് പറയുന്നതും ഡി സീറ്റഡ് നെക്സ്റ്റ് ടു ബി എന്ന് പറയുന്നതും എന്താണ്? ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഇതിന്റെ ആൻസർ എന്താണ്? both 1 and 2 എന്നുള്ളതാണ് ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 children are sitting in a row. ഓക്കെ, എത്ര പേരാണ്? 4 കുട്ടികളാണ്. 1 2 3 4 സിറ്റിംഗ് ഇൻ എ റോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? ഇതൊരു ലീനിയർ അറേഞ്ച്മെന്റ് ആണ്, സർക്കുലർ അല്ല. ഓക്കെ, എ ഈസ് ഒക്യുപ്പൈങ് ദി സീറ്റ് നെക്സ്റ്റ് ടു ബി. എന്താണ്? എ എവിടെ ഏത് സീറ്റ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? നെക്സ്റ്റ് ടു ബി. അതായത് എ ഇവിടെ വന്നാൽ എന്ത് വരും? ബി ഇവിടെ വരും. ഓക്കെ, ഇത് നമുക്ക് രണ്ട് കേസിൽ രണ്ട് രീതിയിൽ വരാം. അതായത് എന്താ? ഒന്നുകില് എന്തെന്ന് വരാം? ബി ആദ്യം വരാം, എ അത് കഴിഞ്ഞിട്ട് വരാം. എങ്ങനെ വന്നാലും എന്താണ്? എ ആണ് ബിയുടെ അടുത്ത് വരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് നോട്ട് നെക്സ്റ്റ് ടു സി. അതായത് എയുടെ അടുത്ത് ആര് വരത്തില്ല? സി വരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ സി വരുവോ? ഇല്ല. ഇവിടെ ആര് വരും? അതായത് ഇവിടെ സി വരത്തില്ല, മിച്ചമുള്ള ഡി മാത്രമേ ഉള്ളൂ. ഡി ഇവിടെ വരും. ഇവിടെ എന്ത് വരണം? സി എവിടെ വരണം? ബിയുടെ അടുത്ത് വരണം. ഇവിടെ എന്താണ്? എയുടെ അടുത്ത് സി വരത്തില്ല. ബി എവിടെയാണ്? ഇവിടെയാണുള്ളത്. അപ്പൊ സി എവിടെ വരും? ഇവിടെയാണ് സി വരേണ്ടത്. ബാക്കിയുള്ളത് ആരാണ്? പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് സി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡി. അതായത് സി ഡിയുടെ അടുത്തല്ല എന്നുണ്ടെങ്കിൽ ഹൂ ഈസ് ഓർ ആർ ഒക്യുപ്പൈങ് ദ സീറ്റ് അഡ്ജസന്റ് ടു ഡി. അതായത് ഡിയുടെ അടുത്ത് വരുന്ന ആള് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഡിയുടെ അടുത്ത് ഓക്കെ അടുത്ത് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയുടെ അടുത്തല്ല ഡി വരുന്നതെന്നുണ്ടെങ്കിൽ ആരാണ് ഡിയുടെ അടുത്ത് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡി എവിടെ വരും? ഡി ഇവിടെയാണ് വരുന്നത്. കാരണം എന്താണ്? എയുടെ അടുത്ത് സി വരത്തില്ല. പിന്നെന്താണ്? സി ഡിയുടെ അടുത്തല്ല വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കേസിൽ എന്ത് വരും? ഡിനെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യണം. നമ്മൾ രണ്ട് കേസിലും അറേഞ്ച് ചെയ്തു. ഇവിടെ എന്താണ്? എയും ബിയും അടുത്തടുത്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ്? എ ആദ്യം വരും, ബി രണ്ടാമത് വരും, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ട് കേസിലും നോക്കുവാണ്. രണ്ട് കേസിലും എന്ത് ചെയ്തു? ഡി ആദ്യം വന്നു. ഫസ്റ്റ് കേസിൽ എന്താണ്? ഇതാണ് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസിൽ എന്താണ്? ഡി ആദ്യം വന്നു, ദെൻ എ വന്നു, പിന്നെ ബി വന്നു, അത് കഴിഞ്ഞ് സി വന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ്? സി ആദ്യം വന്നു, പിന്നെ ബി വന്നു, പിന്നെ എ വന്നു, ഡി വന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആരാണ് ഡിയുടെ അടുത്ത് വരുന്നത്? ഇവിടെ ആരാണ് ഡിയുടെ അടുത്ത് വരുന്നത്? ഓക്കെ, സോറി, ഇവിടെ ആരാണ്? ഓക്കെ, ഡിയുടെ അടുത്ത് വരുന്നത് ആരാണ്? എ ആണല്ലേ. ഫസ്റ്റ് കേസിൽ ഡിയുടെ അടുത്ത് വരുന്നത് ആരാണ്? എ ആണ് വരുന്നത്. സെക്കൻഡ് കേസിൽ ഡിയുടെ അടുത്ത് വരുന്നത് ആരാണ്? ഇവിടെയും ഡി കഴിഞ്ഞ് തൊട്ടിപ്പുറ വരുന്നത് ആരാണ്? എ ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 ചിൽഡ്രൻസ് ഉണ്ട്. അവരെന്താണ്? ഒരു റോയിലാണ് ഇരിക്കുന്നത്. എയും ബിയും എന്താണ്? അടുത്തടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ എ ആരുടെ അടുത്തല്ല? സിയുടെ അടുത്തല്ല ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ബിയുടെ അടുത്തായിരിക്കും എന്ത് വരുന്നത്? സി വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇഫ് സി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡി. സി എന്താണ്? ഡിയുടെ അടുത്തല്ല വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അതായത് 4 പേരുള്ള റോയിൽ പിന്നെ എവിടെയാണ് സ്പേസ് ഉള്ളത്? എയുടെ തൊട്ടിപ്പുറയാണ് ഡിക്ക് സ്പേസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ അടുത്ത് വരുന്ന ആളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? അത് എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോറി, 5 പീപ്പിൾ. ഇതെല്ലാം എന്താണ്? PYQs ആണ്. PYQs വെച്ച് പഠിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് 2014 PYQ ആണ്. നമ്മൾ ആദ്യം പഠിച്ച എപ്പോഴത്തെയാണ്? 2013 PYQ ആണ്. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? 2016 ഒരു PYQ ആണ്. ഓക്കെ, 5 പീപ്പിൾ എ ബി സി ഡി ആൻഡ് ഇ ആർ സീറ്റഡ് എബൌട്ട് എ റൗണ്ട് ടേബിൾ. ഇവിടെ എന്താണ്? സർക്കുലർ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. എവരി ചെയർ ഈസ് സ്പേസ്ഡ് ഇക്വിഡിസ്റ്റന്റ്. അതായത് എന്താണ്? ഫ്രം അഡ്ജസന്റ് ചെയർസ്. അതായത് അടുത്തുള്ള ചെയറിൽ നിന്നും ഇവരുടെ ഡിസ്റ്റൻസ് വരുന്നത് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു എ. ആരാണ്? സി ആണ് എയുടെ അടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെന്താണ്? എ ഈസ് സീറ്റഡ് 2 സീറ്റ്സ് ഫ്രം ഡി. എ എവിടെയാണ്? സീറ്റഡ് 2 സീറ്റ്സ് ഫ്രം ഡി എന്നാണ് അടുത്ത ഇത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബി ഈസ് നോട്ട് സീറ്റഡ് നെക്സ്റ്റ് ടു എ. ബി എന്താണ്?
എയുടെ അടുത്തല്ല ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് എബോവ് ഇൻഫർമേഷൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മസ്റ്റ് ബി ട്രൂ. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഡയഗ്രാം വരയ്ക്കണം. അതിന് ശേഷം ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു ബി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇ ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു എ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡി ആൻഡ് സി ആർ സെപ്പറേറ്റഡ് ബൈ 2 സീറ്റ്സ്. ഓക്കെ, ഇതില് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കാം. എങ്ങനെയാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സി ഈ സീറ്റഡ് നെക്സ്റ്റ് ടു എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, 5 പേര് എത്രയാണ്, എ ബി സി ഡി ഇ 5 പേരാണ് വരുന്നത്. 1 2 3 4 5. പറഞ്ഞിരിക്കുന്നത് എന്താണ്, സി സീറ്റഡ് നെക്സ്റ്റ് ടു എ. സി എവിടെയാണ്, എയുടെ അടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സി ഇവിടെ നമ്മൾ ചുമ്മാ റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ എ എവിടെ വരാം, ഒന്നുകിൽ എ എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിൽ വരാം, അല്ലെങ്കിൽ എ ഈ ഒരു സൈഡിൽ വരാം. അങ്ങനെ വരുന്നോണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 2 ഡയഗ്രാം വരച്ചിട്ട് നോക്കാം. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് എയിനെ ഇവിടെ വെക്കാം. ഇവിടെയും ജസ്റ്റ് റാൻഡം ആയിട്ട് സീനെ ഇവിടെ തന്നെ കൊടുത്തു. എന്നിട്ട് ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എയിനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എ ഈസ് സീറ്റഡ് 2 സീറ്റ്സ് ഫ്രം ഡി. എ എവിടെയാണ്, 2 സീറ്റ്സ് ഫ്രം ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡി എവിടെ വരും, ഡി എവിടെ വരും, ഈ കേസില് ഡി ഇവിടെ വരും. ഈ ഒരു കേസില് ഡി എവിടെ വരും, ഡി ഇവിടെ വരും. ഓക്കെ, 2 സീറ്റ്സ് ഫ്രം ഡി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബി ഈസ് നോട്ട് സീറ്റഡ് നെക്സ്റ്റ് ടു എ. ബി എവിടെയാണ്, എയുടെ അടുത്തല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എവിടെ വരും, ബി എന്ത് ചെയ്യും, ബി ഇവിടെ വരും. ഈ ഒരു കേസിലും എന്താണ്, ബി ഡിയുടെ അടുത്തേ വരത്തുള്ളൂ. ബി എന്താണ്, എയുടെ അടുത്ത് വരത്തില്ല. കാരണം ബിയും എയും അടുത്തടുത്തല്ല ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആര് വരും, ഇവിടെ ഈ വരും, ഇവിടെയും എന്ത് വരും, ഈ തന്നെ വരും. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് പറയുന്നത് പി വൈ ക്യൂസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സി സാറ്റിന്റെ എക്സാം എഴുതാനായിട്ട് പോവുക. പി വൈ ക്യൂസ് വെച്ച് പഠിച്ചാൽ മതി. കോഡിംഗ് ഡീകോഡിംഗ് അല്ല, ഏതോ ഒരു നമ്മളൊരു ടോപ്പിക് പഠിച്ചപ്പോഴും എന്താണ് സെയിം ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെറിയ ഡിഫറൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, പി വൈ ക്യൂസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 2 സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തു. നമുക്ക് 2 സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തു. എന്നിട്ട് ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ഡി ഈസ് സീറ്റഡ് നെക്സ്റ്റ് ടു ബി. ബി ആണ് ബിയുടെ അടുത്തെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ഇവിടെയും എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ഇനി നമുക്ക് നോക്കാം, ഡി ആൻഡ് സി ആർ സെപ്പറേറ്റഡ്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ഒരു കാര്യം എന്താണ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇ സീറ്റഡ് നെക്സ്റ്റ് ടു എ. ഇ എന്താണ്, എയുടെ അടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡയഗ്രത്തിൽ എന്താണ്, സോറി സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ഇവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. കാരണം എന്താണ്, ഇയും എയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആണ്. ഇനി നോക്കാം, ഡി ആൻഡ് സി ആർ സെപ്പറേറ്റഡ് ബൈ 2 സീറ്റ്സ്. ഡിയും സിയും 2 സീറ്റിൽ സെപ്പറേറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഡിയുടെ തൊട്ടടുത്താണ് സി വരുന്നത്. ഇവിടെയും എന്താണ്, ഡിയുടെ തൊട്ടടുത്താണ് സി വരുന്നത്. അതുകൊണ്ട് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് തെറ്റാണ്. ഓപ്ഷൻ 3, അതായത് സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി 1 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. 1 ആൻഡ് 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, സെലക്ട് ദ ഇൻകറക്റ്റ് ആൻസർ എന്നായിരിക്കും. അപ്പൊ എന്താണ്, 1 ആൻഡ് 2 സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചാടിക്കേറി, അതായത് ക്വസ്റ്റ്യൻ വായിക്കാണ്ട് എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത്. ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി 1 ആൻഡ് 2 ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ്, 2013 ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളെ ഇവിടെയും എന്തുള്ളൂ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, കൺസിഡർ ദ ഫോളോവിങ്. എ ബി സി ഡി
ഇ എഫ് ജി ആൻഡ് എച്ച് ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. ഇവിടെയാണ് നമ്മൾ എന്താണ് ഡയറക്ഷൻ പഠിച്ചതിനൊക്കെ ഉപകാരം വരുന്നത്. എന്താണ് ഡയറക്ഷൻ വരച്ചു വെക്കുക. ഇതേതാണ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇതെന്താണ് വെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് എത്ര പേരുണ്ട്? 8 പേരുണ്ട്. ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. 2017 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോർത്തിനെ ഫേസ് ചെയ്താണ് അവർ നിൽക്കുന്നത്, ഒരു റോയിലാണ്. ഇവിടെ എന്താണ് ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ബി ഈസ് നോട്ട് നെയ്ബർ ഓഫ് ജി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി ജിയുടെ നെയ്ബർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി ആൻഡ് നെയ്ബർ ഓഫ് ഇ. എഫ് എന്താണ് ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് വരുന്നത്. പക്ഷെ എന്താണ് എഫ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി ആൻഡ് നെയ്ബർ ഓഫ് ഇ. എഫ് എന്താണ് ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇയുടെ നെയ്ബർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ജി ഈസ് നോട്ട് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. അതായത് ജി എന്താണ് എക്സ്ട്രീം എൻഡിൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എ ഈസ് 6 ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. എ എന്ന് പറയുന്നത് ഇയുടെ 6th പൊസിഷനിലാണ്, ലെഫ്റ്റിൽ നിന്ന് സിക്സ്ത് പൊസിഷനിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എച്ച് ഈസ് 6 ടു ദ റൈറ്റ് ഓഫ് സി. സിയുടെ റൈറ്റിൽ നിന്നും എച്ച് എത്രാമതാണ്? 6ാമതാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാം. എത്ര പേരാണ്? 8 പേരാണ്. അപ്പൊ എന്ത് ചെയ്യുക, 8 ലൈൻ വരയ്ക്കുക. 1 2 3 4 5 6 7 8. ഇവിടെ എന്ത് ചെയ്യുക, 8 ലൈൻ വരയ്ക്കുക. 1 2 3 4 5 6 7 8. വരച്ച എന്താണോ, അതായത് നമുക്ക് 2 രീതിയിലും ചെയ്ത് നോക്കാം. ഏതെങ്കിലും രീതിയിൽ ശരിയായാൽ, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 രീതിയിലും ചെയ്ത് നോക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ഈസ് 6 ടു ദ ലെഫ്റ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഈസ് 6 ടു ദ ലെഫ്റ്റ് ഓഫ് ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക അതിന്? അപ്പം ഇനെ എവിടെ കൊടുക്കാം? ഇനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡില് ഇവിടെ നമുക്ക് ഇനെ ആക്കാം. അപ്പം നോക്കാം, എ ലെഫ്റ്റ് ഓഫ് ഇയില് ലെഫ്റ്റില് എവിടെയാണ്? 6ാമതാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 ഇവിടെയാണ് എന്ത് വരിക? എ വരിക. ഇതെന്താണ്, ഇവിടെ ലെഫ്റ്റും റൈറ്റും നോർത്തിനെയാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് വരും. റൈറ്റ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് വരും? ഈ ഒരു സൈഡിൽ വരും. ഓക്കെ, ജസ്റ്റ് അതും കൂടെ എന്ത് ചെയ്യാം, വരച്ചു വെക്കാം. ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. നോർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ ഇത് നോർത്തിനെ ഫേസ് ചെയ്യാണ്. ഓക്കെ, നോർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് ഏതാണ്? ഇതാണ് റൈറ്റ് വരുന്നത്. ലെഫ്റ്റ് ഏതാണ്? ലെഫ്റ്റ് ഈ ഒരു സൈഡാണ് ലെഫ്റ്റ് വരുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഈ ഒരു കേസിൽ ഇത് ഇങ്ങനെയും വരാം. പക്ഷെ എന്ത് ചെയ്യാം, അല്ലാണ്ട് വേറൊരു രീതി കൂടെ വരാം. അതായത് ഇനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്താലും എന്താണ്, ഇങ്ങോട്ട് എത്ര നമ്പർ ഉണ്ട്? ഇവിടെ എ 6ാമതേ വരത്തുള്ളൂ. അതായത് ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇനെ നമ്മുടെ എക്സ്ട്രീം എൻഡിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴും എന്തുണ്ട്? 1 2 3 4 5 6 6ാമതേ വരും. ഇവിടെ എന്താണ്, സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ ഇനെ പ്ലേസ് ചെയ്തു. അപ്പോഴും എന്താണ്, 1 2 3 4 5 6 6ാമത് എന്ത് വരും? എ വരും. ഈ 2 കേസിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ ഇവിടെ ഈനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് നമ്പർ വരണം. പക്ഷെ എന്താണ്, ആകെപ്പാടെ 8 പേരാണ് ഒരു റോയിലുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ആകെ ഈ രണ്ട് അതായത് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ മാത്രമേ എനെയും ഇനെയും ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? എച്ച് ഈസ് 6 ടു ദ റൈറ്റ് ഓഫ് സി. എച്ച് എന്താണ്? സിയുടെ റൈറ്റിൽ നിന്ന് 6th ആണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിയുടെ റൈറ്റിൽ നിന്നാണ്, ലെഫ്റ്റിൽ നിന്നല്ല റൈറ്റിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരും? സീനെ നമുക്ക് എന്ത് ചെയ്യാം, സീനെ നമുക്ക് ഇവിടെ വെക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് എവിടെ വരും? 1 2 3 4 5 6. എച്ച് എവിടെ വരും? ഇവിടെ വരും. ഈ ഒരു കേസില് എച്ച് എവിടെ വരും? ഇവിടെ വരും. ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്താണ്, സീനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് എവിടെ വരും? 1 2 3 4 5 6. എച്ച് എവിടെ വരും? എച്ച് ഈ എക്സ്ട്രീം എൻഡില് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു. ഈ പറയുന്നതിൽ നിന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഈ ഓപ്ഷൻസിലേക്ക് വരാം. ബി ഈസ് നോട്ട് നെയ്ബർ ഓഫ് ജി.
അത് പറഞ്ഞിട്ട് ഇതിൽ ജിയോ ബിയോ എവിടെയാണോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നോക്കാം. എഫ് ഈസ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ജി ആൻഡ് നെയ്ബർ ഓഫ് ഇ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് ജിയുടെ ഇമീഡിയറ്റ് റൈറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അതായത് റൈറ്റ് എന്താണ്? ഈ ഒരു സൈഡിലാണ്, അതായത് ഈ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ജിയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എവിടെ വരും? ജിയുടെ തൊട്ടിപ്പുറം ഇവിടെയാണ് എഫ് വരേണ്ടത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ നെയ്ബർ ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെയും ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. എഫ് ഇയുടെ നെയ്ബർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്ബർ ആവുമ്പോൾ എന്ത് വരും? ഒന്നുകിൽ ഇവിടെ വരും, അല്ലെങ്കിൽ ഇവിടെ വരും. പക്ഷെ എന്താണ്, ഈ ഒരു കേസ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഇവിടെ എച്ച് ആണ് വന്നിരിക്കുന്നത്, എഫ് വരില്ല. അപ്പൊ എന്താണ്, ഇത് ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യുന്നു നമ്മള്? എഫിനെ, ഇയുടെ നെയ്ബറായ എഫിനെ ഇവിടെ വരുന്നു, കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്, ജിയുടെ ഇമീഡിയറ്റ് റൈറ്റിലാണ് എഫ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? ജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ബി ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ജി എന്ന. ജി ഈസ് നോട്ട് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. ജി എക്സ്ട്രീം എൻഡിലല്ല എന്നാണ് പറയുന്നത്. എക്സ്ട്രീം എൻഡ്സ് ഏതൊക്കെയാണ്? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ട്രീം എൻഡ്സ് എന്ന് പറയുന്നത്. എയും എച്ചും ഇരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് എക്സ്ട്രീം എൻഡ്സ് എന്ന് പറയുന്നത്. അവിടെയല്ല ജി വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതും ശരിയാണ്, അതും ചെയ്തു. നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇനി എന്താണ്? ബി ഈസ് നോട്ട് നെയ്ബർ ഓഫ് ജി എന്നാണ് പറയുന്നത്. ബി എന്താണ്? ജിയുടെ നെയ്ബർ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വരും? ബി ഇവിടെ വരുമോ? നെയ്ബർ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വരും? ബി സിയുടെ അടുത്താണ് ബി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ, ആരെയൊക്കെ കണ്ടുപിടിച്ചു? എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു, ഇ കണ്ടുപിടിച്ചു, എഫ് ജി എച്ച്, ഇവരുടെ എല്ലാം പൊസിഷൻ കണ്ടുപിടിച്ചു. ഇനി ആരുടെ മാത്രം, ആരെ കുറിച്ചാണ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത്? ഡിനെ കുറിച്ചാണ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത്. അപ്പൊ എന്ത് ചെയ്യുക? ഡി മാത്രമേ നമുക്ക് മിച്ചമുള്ളൂ. ഡിനെ എന്ത് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സീറ്റിംഗ് അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചു. ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്ന് നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബോ? സി ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. സി എന്താണ്? എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? റൈറ്റിലാണ് വന്നിരിക്കുന്നത്, ലെഫ്റ്റിലല്ല. നോർത്തിനെയാണ് ഫേസ് ചെയ്യുന്നത് ഇവരെ എല്ലാവരും. അതുകൊണ്ട് ലെഫ്റ്റിലായിരുന്നെങ്കിൽ എന്ത് വരും? എയുടെ ഈ ഒരു സൈഡിലാണ് സി വരേണ്ടത്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡി ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി ആൻഡ് എഫ്. ഡി ആരുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണെന്നാണ് പറയുന്നത്? ബിയുടെയും എഫിന്റെയും. പക്ഷെ ബിയുടെയും ജിയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ആര്? ഡി എന്ന് പറയുന്നത്. ഇപ്പം ജിക്ക് പകരം ഇവിടെ എഫ് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ബിയുടെയും ജിയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആയിട്ടാണ് ഡി വന്നിരിക്കുന്നത്. സോ എന്താണ്? ഓപ്ഷൻ ബിയും എന്താണ്? തെറ്റാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജി ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ജി എവിടെയാണ്? ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണെന്നാണ് പറയുന്നത്. അതെന്താണ്? ആ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? എ ആൻഡ് ഇ ആർ അറ്റ് ദ എക്സ്ട്രീമെൻസ്. എയും ഇയും എക്സ്ട്രീമെൻസിൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് എക്സ്ട്രീമെൻസ്? ഇതുമാണ് എക്സ്ട്രീമെൻ. അവിടെ എക്സ്ട്രീമെന്റിൽ വരുന്നത് ആരൊക്കെയാണ്? എയും എച്ചുമാണ്, ഇ അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ജി ആണ്, സോറി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 8 സ്റ്റുഡൻസ് എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച് സിറ്റ് അറൌണ്ട് എ സർക്കുലർ ടേബിൾ. എന്താണ്? എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും എച്ചും എന്താണ്? ഒരു സർക്കുലർ ടേബിളിന്റെ അറൌണ്ട് എന്ത് ചെയ്യാണ്? സിറ്റ് ചെയ്തേക്കുവാണ്. ഇക്വ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അവർ തമ്മിലുള്ളത്. ഫേസിംഗ് ദ സെന്റർ ഓഫ് ദി ടേബിൾ. എവിടെയാണ് ഫേസ് ചെയ്യുന്നത്? ടേബിളിന്റെ സെന്ററിനെയാണ് ഫേസ് ചെയ്യുന്നത്. നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിലല്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി ആൻഡ് ഡി സിറ്റ് നെയ്തർ അഡ്ജസന്റ് ടു സി നോർ ഓപ്പോസിറ്റ് ടു സി. എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരച്ച് നോക്കാം. 8 പേരാണുള്ളത്. 1 2 3 4 5 6 7 8. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി ആൻഡ് ഡി ആർ നോട്ട് അഡ്ജസന്റ് ടു സി ഓർ ഓപ്പോസിറ്റ് ടു സി എന്നാണ് പറയുന്നത്. അതായത് സിനെ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? സിയുടെ തൊട്ടടുത്ത് എവിടെ വരത്തില്ല? ബിയോ ഡിയോ വരുകയില്ല. അതായത് ബിയും ഡിയും എന്ത് വരില്ല? ഇവിടെയും വരുകയില്ല. അതുപോലെ തന്നെ എന്താണ്? ബി ആൻഡ് ഡി എവിടെ വരത്തില്ല? ഇവിടെയും ബി ആൻഡ് ഡി വരുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? നോർ ഓപ്പോസിറ്റ് ടു സി. അതായത് സിയുടെ ഓപ്പോസിറ്റ് എന്ത് വരത്തില്ല? ബി ആൻഡ് ഡി വരുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവരെന്താണ് പറയുന്നത്? എ സിറ്റ് ഇൻ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. എ എവിടെയാണ്? എയുടെയും എവിടെയാണ്? ഇയുടെയും ഡിയുടെയും ഇടയ്ക്കാണ് എ എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ എന്ത് വരും? ഇ എ
ഡി എന്ന് വരും. ഇങ്ങനെയായിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഡി എ ഇ ഇങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും എന്താണ് ഇയുടെയും ഡിയുടെയും ഇടയിലാണ് ആര് വരുന്നത് എ വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എഫ് സിറ്റ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. എന്താണ് എഫ് ബിക്കും എച്ചിനും ഇടയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ബി എഫ് എച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എച്ച് എഫ് ബി. ഈ രണ്ട് രീതിയിലെ എഫും സിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഈ രണ്ട് രീതിയിലെ എന്ത് എയും സിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തു വെക്കുക. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കുലർ അറേഞ്ച്മെന്റ് നോക്കാം. രണ്ട് രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഡയഗ്രാം അറേഞ്ച്മെന്റ് നോക്കാം. അത് എന്ത് ചെയ്യുക, ഒരു അറേഞ്ച്മെന്റ് നോക്കാം. അതിന് എന്ത് ചെയ്യുക, ഒരു വട്ടം വരയ്ക്കാം. ഇവിടെയും ഒരു വട്ടം വരയ്ക്കാം. എത്ര പേരാണ്? 8 പേരാണ്. 1 2 3 4 5 6 7 8. ഇവിടെയും 8. 1 2 3 4 5 6 7 8. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റാൻഡം ആയിട്ട് സീനെ എവിടെ പ്ലേസ് ചെയ്തു? ഇവിടെ തന്നെ എന്ത് ചെയ്തു, സീനെ പ്ലേസ് ചെയ്തു. പിന്നെ എയും ഡിയും എന്താണ്, ബിയും ഡിയും എവിടെയാണ്? സിയുടെ അടുത്തടുത്ത് വരുവല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഇവിടെ ബി വരാൻ പാടില്ല, ഇവിടെ ഡി വരാൻ പാടില്ല. പിന്നെ എന്താണ് പറയുന്നത്, ഓപ്പോസിറ്റും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയും ബിയോ ഡിയോ വരാൻ പാടില്ല. ഈ ഒരു കേസിൽ ഇവിടെയും ബിയോ ഡിയോ വരാൻ പാടില്ല. അപ്പൊ എങ്ങനെ വരും, എന്തായിരിക്കും വരുന്നത്? പിന്നെ പറഞ്ഞിരിക്കുന്ന ആരാണ്? എ സിറ്റ് ഇൻ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് എനെ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആര് വരും? ചിലപ്പോ ഇവിടെ ഇ വരും. അതുപോലെ ഇവിടെ ആര് വരും? എ സിറ്റ് ഇൻ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. ഡി ഇവിടെ വരും. കാരണം എന്താണ്, ബിയോ ഡിയോ സിയുടെ അടുത്ത് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ എന്ത് വരും, സി ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. ഇവിടെയും എന്താണ്, ഈ ഒരു രീതിക്കേ വരത്തുള്ളൂ. കാരണം സി എന്ത് വരത്തില്ല, ഡിയുടെ അടുത്ത് വരത്തില്ല. ഇ എ ഡി എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എഫ് സിറ്റ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. എഫ് എന്താണ്, ബിയുടെയോ എച്ചിന്റെയോ എന്താണ് ഇൻ ബിറ്റ്വീനിലാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് എച്ചിനെ ഇവിടെ കൊടുക്കാം. പിന്നെന്താണ്, എഫിനെ ഇവിടെ കൊടുക്കാം, ബിനെ ഇവിടെ കൊടുക്കാം. പിന്നെ ആരാണ് മിസ് വരുന്നത്? ജി മാത്രമേ മിസ്സുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിനെ ഇവിടെയും കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. എന്ത് വരാം, ഒന്നുകിൽ ബി ഇവിടെ വരാം. പക്ഷെ എന്താണ്, അതില് ആ ഒരു കേസിൽ ഇത് ശരിയാവത്തില്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം എന്താണ്, സിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എച്ച് എഫ് ബി എന്ന് കൊടുക്കാം, ജിനെ ഇവിടെയും കൊടുക്കാം. അപ്പൊ എന്താണ്, സെയിം, രണ്ടും ഒരേപോലെ ആയി. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം, 3 4 രീതിയിലൊക്കെ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ അതിന്റെ ഒന്നും കാര്യം വരുന്നില്ല. ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ബി സിറ്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ജി. എയുടെയും ജിയുടെയും അടുക്കാണ് ബി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ജിയുടെയും എഫിന്റെയും ഇടയ്ക്കാണ് ബി വരുന്നത്. സോ ഓപ്ഷൻ എ എന്താണ്, റോങ് ആണ്. പിന്നെ സി സിറ്റ് ഓപ്പോസിറ്റ് ടു ജി. ജിയുടെ ഓപ്പോസിറ്റ് ആണ് സി വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. അപ്പൊ എന്താണ്, ആ പറയുന്ന ഓപ്ഷനും തെറ്റാണ്. പിന്നെ ഇ സിറ്റ് ഓപ്പോസിറ്റ് ടു എഫ്. ഇ എന്താണ്, എഫിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ആണോ? അല്ല. അതും എന്താണ്, തെറ്റാണ്. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇയും എഫിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? നൺ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്താണ്, നമ്മൾ സിസാറ്റിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ UPSC CSCയുടെ നോട്ട്സും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്